എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ ഏറ്റവും അധികം പേര് ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽ ഒന്നാണ് ചായ. ചായയിലുണ്ടല്ലോ പ്രകൃതിദത്തമായ ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പലരും നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ നല്ല അടിപൊളി ചായയിൽ നിന്നാണ്. കാരണം എന്താണെന്നറിയോ, ചായ ക്ഷീണത്തെയും ആലസ്യത്തെയും മാറ്റിയിട്ട് നവോന്മേഷം പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ രക്തത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് മുട്ട. നമ്മൾ ദിവസമുള്ള ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തിയാലുണ്ടല്ലോ അകാൽ നേരെ മുടി കൊഴിച്ചിലും ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മുട്ട ഉപയോഗിച്ച് എങ്ങനെ അടിപൊളി ചായ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടമ്മമാർക്ക് ലക്ഷങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള വഴി പറയാം. യാതൊരു മുതൽ മുടക്കുമില്ലാതെ സ്വന്തമായി ബിസിനസ് ചെയ്യാം. മാത്രമല്ല മാസത്തിൽ 3 പ്രാവശ്യം ശമ്പളം നേടാം. നിശ്ചിത ജോലി സമയം ഇല്ലാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും ജോലി ചെയ്യാം. അതിനായി മീഷോ ആപ്പ് ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യൂ. നാടൻമുട്ട ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത് കിട്ടണതാണ്. അത് കിട്ടാത്തവർക്ക് സാധാ മുട്ടയായാലും മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ടയൊക്കെ അടിച്ച് പതപ്പിച്ച് കറക്റ്റാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. നമ്മളിത് പാലിന് പകരമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കില്ല, അതുപോലെ ഇത് മാറ്റി വയ്ക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അത് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം അതിലേക്ക് ചായയിലും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യുക. അപ്പം ചായയിലും പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ചായലയുടെ കറിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കണം. അതായത് നമ്മളിപ്പോൾ ചായയിലൊക്കെ ഇട്ടിട്ട് തിളച്ച് കറക്റ്റായി. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മുട്ട അടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇത് നേരിട്ട് ഒഴിച്ച് ആറ്റി കറക്റ്റാക്കണം. ഇതല്ലോ നമ്മൾ പാലൊഴിച്ച ചായയിട്ട് അടിപൊളി ചായ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മുട്ടയുടെ മണം ഉണ്ടാവും എന്നുള്ള പേടി ഒന്നും വേണ്ട, യാതൊരു മണം ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാണ് ഈ ചായ. ഇനി നമുക്ക് ഒത്തിരി ക്ഷീണം അതുപോലെ തന്നെ മുടികൊഴിച്ചിലുള്ളവർക്ക് എങ്ങനെ മറ്റൊരു ചായ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമുക്ക് പാലും മുട്ടയും ദ്രാക്ഷാരിഷ്ടമാണ് ആവശ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് ദ്രാക്ഷാരിഷ്ടം അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ദ്രാക്ഷാരിഷ്ടം എന്താണെന്ന് വെച്ചാൽ, മുന്തിരി, ശർക്കര, തിപ്പലി, ഇലവങ്കം, കുരുമുളക് പൊടി, ഇങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയ ഒന്നാണ് ഈ ദ്രാക്ഷാരിഷ്ടം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ദഹന പ്രശ്നത്തിന് ഒത്തിരി നല്ലതാണ്. മാത്രമല്ല മലബന്ധം പരിഹരിച്ച് ശോധന ഉണ്ടാക്കാനും ഗ്യാസ് പ്രശ്നങ്ങൾ മാറ്റാനും രക്തക്കുറവിനുള്ള ഒരു ജനറൽ ടോണിക്കായിട്ടാണ് ഈ ദ്രാക്ഷാരിഷ്ടത്തിനെ കണക്കാക്കുന്നത്. ഈ ദ്രാക്ഷാരിഷ്ടം നമുക്ക് എല്ലാ ആയുർവേദ കടകളിൽ നിന്ന് കിട്ടുന്നതാണ്. ഏത് കമ്പനി വേണമെങ്കിൽ വാങ്ങാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മൾ മുട്ട അടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ 7 ഔൺസ് ദ്രാക്ഷാരിഷ്ടം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. 2-3 കുപ്പി ദ്രാക്ഷാരിഷ്ടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ഷീണം വരുന്ന സമയത്ത് ഞങ്ങളിത് കഴിക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഒത്തിരി ക്ഷീണത്തിനുള്ള ആശ്വാസവും അതുപോലെ രക്തക്കുറവിനും എല്ലാത്തിനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 7 ml ദ്രാക്ഷാരിഷ്ടം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം നമുക്കിനി ഇതിലേക്ക് തിളപ്പിച്ച പാലാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഓപ്ഷനിലുള്ള ഒരു കാര്യം പറയാം. ഇതിലേക്ക് ഞാൻ സ്വല്പം ജാതിക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു നുള്ള ജാതിക്കപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നത് മാത്രമല്ല നമ്മുടെ വയറിന് ഒത്തിരി നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് 5 ഔൺസ് തിളപ്പിച്ച പാലാണ് ആവശ്യം. അപ്പോൾ ഞാനതിനായിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാലെടുത്തിട്ട് മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ചൂടോടെ തന്നെ കുടിക്കണം. അങ്ങനെ നമ്മൾ ചായക്ക് പകരം കാലത്ത് 7 ദിവസം ഇത് അടുപ്പിച്ച് കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, അകാല നേര, പിന്നെ ഒത്തിരി നമ്മളുടെ ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള വലിയൊരു പരിഹാര മാർഗ്ഗമാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ പരീക്ഷിച്ച റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും നല്ല റിസൾട്ട് പറഞ്ഞ ഒന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഇതിന് മുന്നുണ്ടല്ലോ തേങ്ങാപ്പാൽ വെച്ചിട്ട് അതിന് അടിപൊളി ചായ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. മാത്രമല്ല 5 ഹെൽത്ത് ടീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് മീഷോ ആപ്പ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഇത് തികച്ചും സൗജന്യമാണ്.
വേഗമാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.